നമസ്കാരം. മധുരമണ്ഡലത്തിൽ മീനാക്ഷിയമ്മനെ കഴിഞ്ഞാൽ മടപ്പുറം കാളി എന്ന് കേട്ടാൽ നടുങ്ങാത്ത അധർമ്മികൾ കുറവാണ്. പൊള്ളാച്ചി മാസാണിയമ്മനെയും മണ്ടക്കാട് ഭഗവതിയമ്മനെയും ബണ്ണാരിയമ്മനെയും സമയപുരം മാരിയമ്മനെയും വനഭദ്രകാളിയമ്മനെയും പോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഭക്തരുടെ അവസാന വാക്കും നീതിക്കായി നാണയം വെട്ടിയിടുന്ന അത്യപൂർവ വഴിപാടുമുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு അടയ്ക്കളം കാത്ത അയ്യനാർ மற்றும் ഭദ്രകാളിയമ്മൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ശിവഗംഗ ജില്ലയിൽ തിരുഭുവനത്തിനടുത്ത് മടപ്പുറം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപാർവതിയുടെ അംശമായ ഭദ്രകാളിയമ്മൻ മടപ്പുറം കാളി എന്ന നാമത്തിൽ അരുൾ ചൊരിയുന്നു. പ്രധാനമായും നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് തുണയായും അന്യായക്കാരുടെ പേടി സ്വപ്നമായും ദേവി വിളങ്ങുന്നു. മടപ്പുറത്തിന് ചുറ്റുമുള്ള വിശ്വാസികളായ ജനങ്ങൾ അധികപക്ഷവും കൊടുക്കൽ വാങ്ങലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏർപ്പെട്ടാൽ പോലീസ്, കോടതി എന്നിവ കയറാതെ നേരെ ഓടിയെത്തുന്ന സന്നിധിയാണിത്. ചതി, വഞ്ചന, കളവ്, തർക്കം, ആഭിചാരം എന്നിങ്ങനെ ഏതു പ്രശ്നമായാലും ദേവി പരിഹരിച്ചിരിക്കും എന്നതാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു പ്രളയകാലത്തിൽ മധുര വെള്ളത്താൽ മൂടപ്പെട്ടപ്പോൾ മധുര ഭരിച്ചിരുന്ന മീനാക്ഷിയമ്മൻ ശിവഭഗവാനോട് മധുരയുടെ അതിരുകൾ കാണിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. ശിവഭഗവാൻ തന്റെ കഴുത്തിലണിഞ്ഞ നാഗത്തെ എടുത്ത് മധുരയെ വളച്ചു. അതായത് ആലവായ് എന്നർത്ഥം. പടിഞ്ഞാറ് തിരുവേടകവും തെക്ക് തിരുപ്പറങ്കുன்றവും വടക്ക് തിരുമാലിരുഞ്ചോലയും കിഴക്ക് പാമ്പിന്റെ വാലും തലയും ഒന്നു ചേർത്ത് വെച്ച് അതിര് കാണിച്ചു. പാമ്പിന്റെ വാലും തലയും കൂട്ടിമുട്ടിയ സ്ഥലം പടപ്പുറം എന്നും കാലക്രമേണ മടപ്പുറം എന്നുമായി മാറി. അന്നേരം പാമ്പ് ഛർദ്ദിച്ച വിഷം ഭൂമിയിൽ വീഴാതെ മീനാക്ഷിയമ്മൻ ഭക്ഷിച്ച് ഭദ്രകാളിയായി ഇവിടെ കുടികൊണ്ടു. ഇവിടെയുള്ള കാവൽ ദൈവം അയ്യനാർ ദേവിക്ക് നിഴലായി കുതിരയെ കൊടുത്തതിനാൽ അടയ്ക്കളം കാത്ത അയ്യനാർ എന്ന നാമം ലഭിച്ചു. അടയ്ക്കളം എന്നാൽ തമിഴിൽ അഭയം എന്നാണ് അർത്ഥം. വേറൊരു ഐതിഹ്യം. ഒരു നാൾ മീനാക്ഷിയമ്മനെയും കൂട്ടി ശിവഭഗവാൻ നിബിഡ വനമായിരുന്ന മടപ്പുറം ഭാഗത്ത് വേട്ടയ്ക്ക് വന്നു. കാടിനുള്ളിലൂടെ നടക്കുകയായിരുന്ന ദേവിയോട് കാട് വളരെ പരന്നു കിടക്കുന്നതിനാൽ ദേവിക്കിനി ഉള്ളിലേക്ക് വരാനാവില്ല, അതിനാൽ ഇവിടെ വിശ്രമിക്കുക എന്ന് നിർദ്ദേശിച്ച് ദേവിക്ക് തുണയായി അയ്യനാരെ കാവലിന് നിർത്തിയിട്ട് ശിവഭഗവാൻ പോയി. അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കണ്ട മീനാക്ഷിയമ്മൻ താൻ കാളിയായി ഇവിടെ കുടികൊള്ളുകയാണെന്നും ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത വേണമെന്നും തിരിച്ചു വന്ന ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ദേവിക്കായി ഭഗവാൻ ഈ പ്രദേശത്തെ പുണ്യമുള്ളതാക്കി. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിലുള്ള വൈഗൈ നദിക്കരയിൽ നീരാടിയാൽ കാശിയിൽ നീരാടുന്നതിനേക്കാളും പുണ്യം ലഭിക്കുമെന്ന് പ്രസ്താവിച്ചു. അതിനുശേഷം മടപ്പുറത്തിൽ ദേവി കാളിയുടെ രൂപത്തിൽ തങ്ങി. ദേവിക്ക് തുണയായി അടയ്ക്കളം കാത്ത അയ്യനാർ എന്ന നാമത്തിൽ അയ്യനാരും ഇവിടെ കുടികൊണ്ടു. മീനാക്ഷി തന്റെ അംശമായ ഭദ്രകാളിയെ മടപ്പുറത്തിൽ വിട്ട് ദുഷ്ടന്മാരെ മധുരയിലേക്ക് വിടരുത് എന്ന് താക്കീത് ചെയ്തിട്ട് മധുരയിലേക്ക് പോയി എന്നൊരു കഥയുമുണ്ട്. കാശിക്ക് പോയി പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർ മടപ്പുറത്തിനരികിലുള്ള തിരുഭുവനത്തിൽ വെച്ച് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് ഇന്നും ഇവിടെ നടക്കുന്ന ഒന്നാണ്. 1000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും വടക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടും കൂടിയ മടപ്പുറം ഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിലേക്ക് വലിയ ആർച്ച് കടന്ന് പ്രവേശിച്ചാൽ ആദ്യം വിനായക സന്നിധി, മൂലസ്ഥാനത്തിൽ അയ്യനാർ പ്രതിഷ്ഠ. സാധാരണഗതിയിൽ കുതിരപ്പുറത്തിരിക്കുന്ന ശില്പമാണ് അയ്യനാരുടേത്. ഇവിടെ പ്രത്യേകം കരുവറയിൽ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. കരുവറയ്ക്കുള്ളിൽ സപ്തകന്യകകൾ, കറുപ്പണ്ണസ്വാമി, വീരഭദ്രർ. ഭക്തർ ആദ്യം ഈ സന്നിധി ദർശിച്ചതിന് ശേഷമാണ് ഭദ്രകാളിയമ്മൻ സന്നിധിയിലെത്തുന്നത്. അയ്യനാർ ഈ പ്രദേശത്തിന്റെ കാവൽ ദൈവമായതിനാൽ അയ്യനാരുടെ അധീനതയിലാണ് ഇവിടം. മേൽക്കൂരയില്ലാതെ 30 അടി ഉയരമുള്ള കുതിരയ്ക്ക് കീഴെയാണ് മടപ്പുറം കാളി നിലകൊള്ളുന്നത്. കുതിരയുടെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന മുൻകാലുകൾ താങ്ങുന്നത് ദേവിയുടെ 2 വശത്ത് നിൽക്കുന്ന 2 ഭൂതഗണങ്ങളാണ്. അതല്ലാതെ ഇരുവശത്തുമായി 4 ദ്വാരപാലികമാർ. മുന്നിൽ വേറെയും 2 ഭൂതഗണങ്ങൾ ആയുധത്തോടെ നിലകൊള്ളുന്നു. ദേവി അഗ്നികിരീടം അണിഞ്ഞ് കയ്യിൽ കീഴ്നോക്കി പിടിച്ച ശൂലത്തോടെ പല്ലുകൾ വെളിയിൽ കാണും വിധം കീഴെ നോക്കി ഘോരരൂപിണിയായി നിലകൊള്ളുന്നു. ഭക്തർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് മടപ്പുറം കാളി. വലതു കൈയിലെ കീഴ്നോക്കിയ ശൂലം അനീതിയെ നശിപ്പിക്കാനും ശിരസിലെ അഗ്നികിരീടം വീണ്ടും അനീതി ഉയർത്തെഴുന്നേൽക്കാതെ ഭസ്മമാക്കാനുമാണെന്നാണ് പറയുന്നത്. ദേവിക്ക് നാരങ്ങാമാലയും നാരങ്ങാദീപവുമാണ് പ്രധാന വഴിപാട്. ദേവിക്ക് മാത്രം മാല ചാർത്താൻ 101 നാരങ്ങയും കുതിരയ്ക്കും ദേവിക്കുമായി മാല ചാർത്താൻ 1001 നാരങ്ങയും വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ദേവിക്ക് എതിരിലുള്ള മണ്ഡപത്തിൽ നെയ്വിളക്ക് കത്തിച്ചാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവും എന്നാണ് വിശ്വാസം. മടപ്പുറത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ഭക്തർ നീതിന്യായ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ ഇന്നും ആശ്രയിക്കുന്നത് മടപ്പുറം കാളിയെയാണ്. ഒരു തർക്കമോ വഴക്കോ ശണ്ടയോ വന്നാൽ അതിലുൾപ്പെട്ടിരിക്കുന്ന 2 കൂട്ടരും ദേവിക്ക് മുന്നിലെത്തുന്നു. ദേവിക്ക് എതിരിലുള്ള ഒരു ചെറിയ തിട്ടിൽ കർപ്പൂരം കത്തിച്ച് ഇരുവരും തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യണം. അതിന്റെ പേരാണ് സത്യക്കല്ല്. പിന്നീട് കഴുത്തിൽ അരളിമാലയണിഞ്ഞ് ഇരുവരും ദേവിയുടെ ഇരുഭാഗത്തുമുള്ള ഭൂതങ്ങളെ പിടിച്ച് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാക്കുകൊടുക്കണം. ഇതിൽ ആരെങ്കിലും അസത്യം ചെയ്താൽ 30 ദിവസത്തിനകം തന്നെ മടപ്പുറം കാളിയമ്മൻ അത് കണ്ടുപിടിച്ച് ശിക്ഷ കൊടുത്തിരിക്കും. അസത്യം ചെയ്ത ചിലർക്ക് മടപ്പുറം അതിര് കടക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ കിട്ടിയ ചരിത്രവും ധാരാളം. ശിക്ഷിക്കപ്പെട്ടവർ കാളിയുടെ അടുത്തു വന്ന് മാപ്പ് പറഞ്ഞ് കാണിക്ക സമർപ്പിച്ച് പരിഹാരം തേടിക്കൊണ്ടു പോകുന്നത് ഇന്നും കൺമുന്നിൽ നടക്കുന്ന കാഴ്ചയാണ്.
ഇനി അന്യായം ചെയ്തവർ പ്രബലരും സമ്പന്നരുമാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ ശക്തിയില്ലാത്ത പാവങ്ങൾ എന്തു ചെയ്യും? അതിനുമുണ്ട് പരിഹാരം. അതാണ് നാണയം വെട്ടിയിടുന്ന വഴിപാട്. മടപ്പുറം കാളിപ്രതിഷ്ഠയുടെ മുഖത്തിന് എതിരെ തറയിൽ ഒരു കല്ല് പതിച്ചു വെച്ചിട്ടുണ്ട്. അതിനടുത്തായി ഒരു ചുറ്റികയും ഉളിയും വെച്ചിരിക്കുന്നു. ബാധിക്കപ്പെട്ട ജനങ്ങൾ കുളിച്ച് ഈറനോടെ കാളിക്ക് മുന്നിലെത്തി ഇരുന്ന് നാണയം വെട്ടി അന്യായികളോട് ചോദിക്കാൻ എനിക്ക് ത്രാണിയും ശക്തിയുമില്ല, ദേവി തന്നെ എനിക്ക് വേണ്ടി ചോദിക്കണം എന്ന് ദേവിക്ക് മുന്നിൽ കണ്ണീരോടെ അലമുറയിട്ട് കിഴക്കുവാതിൽ വഴി തിരിഞ്ഞു നോക്കാതെ പുറത്തു പോകുന്നു. ഇത് സത്യമാണെങ്കിൽ മനമിറങ്ങുന്ന കാളി അന്യായക്കാർക്ക് തക്ക ശിക്ഷ കൊടുത്ത് കാളിക്ക് മുന്നിൽ എത്തിച്ചിരിക്കും. സ്വത്തോ പൈസയോ നഷ്ടപ്പെട്ടതാണെങ്കിൽ അന്യായികളെ കൊണ്ട് തന്നെ ദേവി ആ കളവ് മുതൽ കൊടുപ്പിച്ചിരിക്കും എന്നത് ഇന്നും ഇവിടെ നടന്നു വരുന്ന അതിശയമാണ്. ക്ഷേത്രത്തിൽ ദേവീ സന്നിധിക്കരികിൽ വെട്ടിയിട്ട നാണയങ്ങളുടെ ഒരു ചാക്ക് തന്നെയുണ്ട്. ഉഗ്രരൂപിണിയാണെങ്കിലും തെറ്റു ചെയ്യാത്ത നീതിമാന്മാരായ ഭക്തർക്ക് ദേവി എല്ലാവിധ ഐശ്വര്യങ്ങളുമേകുന്ന ശാന്തസ്വരൂപിണിയായ വാത്സല്യനിധിയായ മാതാവാണ്. അങ്ങനെയുള്ളവർ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ആരൊരാൾ തന്റെ തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുവോ അവർക്ക് ദേവി മാപ്പ് കൊടുക്കാനുള്ള മനസ്സും കാണിക്കുന്നു. ക്ഷേത്ര പിൻവശത്ത് നിൽക്കുന്ന വേപ്പുമരം ദൈവിക ശക്തിയുള്ളതായി ഭക്തർ കണക്കാക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവർ താലിച്ചരടിൽ മഞ്ഞൾ കെട്ടി മരത്തിൽ കെട്ടുന്നതും, സന്താന തടസ്സം നേരിടുന്നവർ ഉടുത്തിരിക്കുന്ന സാരിയുടെ മുന്താണിയുടെ അറ്റം കീറിയെടുത്ത് വേപ്പുമരത്തിൽ കെട്ടുന്നതും പ്രത്യേക വഴിപാടാണ്. ഒരു വർഷത്തിനുള്ളിൽ കാര്യം നടന്നിരിക്കും എന്നത് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ക്ഷേത്രവൃക്ഷം മകിഴമരം. ക്ഷേത്രതീർത്ഥം മണികർണികാ തീർത്ഥം. നാലുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. എല്ലാ ദിവസവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലും പൗർണമിയിലും രാത്രിയിൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടക്കുന്നു. എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച 1008 ദീപങ്ങളാൽ അർച്ചന, പാലഭിഷേകം, നാരങ്ങാദീപം തെളിയിക്കുന്നത് വിശേഷപ്പെട്ടത്. പങ്കുനി സ്വാതി 12 നാൾ ഉത്സവവും 9ാം നാൾ തിരുത്തേരും ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നു. എല്ലാ ദിവസത്തെ ഉച്ചികാല പൂജയും ആടി തൈ മാസങ്ങളിലെ വെള്ളിയാഴ്ചകളിലെ പൂജകളും വളരെ പ്രത്യേകതയുള്ളതാണ്. തിരുഭുവനം ശിവക്ഷേത്രം, തിരുപ്പറങ്ങുണ്ട്രം കോവിൽ, മധുരമീനാക്ഷി ക്ഷേത്രം, അഴകർ കോവിൽ എന്നിവയാണ് മടപ്പുറത്തിനടുത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മധുരയിൽ നിന്ന് 22 കിലോമീറ്റർ, തിരുഭുവനത്തിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുഭുവനം, മധുര. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.